ബീട്രൂട്ട് പുട്ടുപൊടിയുടെ മേക്കിംഗ് കാണാൻ പോയാലോ? വാ. അല്ലേണ്ടി ഇതെന്താ ഇപ്പോൾ ഇവിടെ പരിപാടി? ഇത് ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടിയാണ്. ബീട്രൂട്ടിൻ്റെ ക്രഷും പൗഡറും ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ബീട്രൂട്ട് പുട്ടുപൊടിയുടെ മേക്കിംഗ് വരുന്നത്. നോർമൽ സ്റ്റീംഡ് പുട്ടുപൊടിയിലേക്ക് ബീട്രൂട്ടിൻ്റെ പൗഡറും ബീട്രൂട്ടിൻ്റെ ക്രഷും കൂടി ആഡ് ചെയ്തിട്ടാണ് ബീട്രൂട്ട് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. ഈ സ്റ്റീംഡ് പുട്ടുപൊടിയും ബീട്രൂട്ടിൻ്റെ ക്രഷും ബീട്രൂട്ടിൻ്റെ പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ട് മെഷീനിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് മിക്സിംഗ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ മാനുവലി മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് മിക്സിങ് വരും. അതുകൊണ്ട് തന്നെ ടേസ്റ്റിലും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റിലും കളറിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതായത് ബീട്രൂട്ടൊക്കെ ഉണക്കി പൊടിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു റോസ് കളർ വരും. അപ്പോൾ ആ ഫോട്ടോയിലുള്ള അതേപോലെ തന്നെ റോസ് കളറായിരിക്കും ഇത് ചുട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ലഞ്ച് ബോക്സിൽ നമ്മൾ ലഞ്ച് കൊടുത്തയക്കുന്ന സമയത്ത് അവരത് കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ റോസ്, ഓറഞ്ച് ഒക്കെ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അട്രാക്റ്റീവായിട്ട് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അവരതിലെന്താ ചേർത്തത് എന്നുള്ളത് അവരറിയുന്നില്ല. കളർഫുൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് അവരറിയാതെ അവരുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ ആയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ഫുഡ് എത്തുകയാണ്. ട്രൈ ആക്കി നോക്കുക, അടിപൊളിയാണ്.